സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ക്രിസ്മസ് കടന്നുപോയി. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കേക്ക് മുറിച്ച് ആഘോഷിച്ച് പാട്ടുപാടി കരോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സും. ഇങ്ങനൊരു ക്രിസ്മസ് ആഴം ഇല്ലേ? ഇപ്പോൾ ഒറ്റയ്ക്ക്. പക്ഷേ ഒന്ന് പറയാം, എല്ലാവരും പോയി. പക്ഷേ യേശു നിന്നെ വിട്ടുപോയിട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോയിട്ടില്ല. എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? സകലവരും വന്നു, കേക്ക് മുറിച്ചു, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. എന്താ പറയുന്നത്, ഒത്തിരി സന്തോഷങ്ങൾ. അത് മറക്കാനാവില്ല. രാജു പാസ്റ്ററെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു വല്ലായ്മ. നിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും യേശുവെ കൂടെ ഉണ്ടായിരിക്കും. യേശുവെ നിന്നെ താങ്ങത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് വേണ്ടെന്നാണ്? നോ, ഫ്രണ്ട്സ് വേണം, പ്രാർത്ഥന വേണം, സഭക്കാരെല്ലാവരും വേണം. പക്ഷേ ആരെല്ലാം നിന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു യേശുവുണ്ട്. ആരെല്ലാം നിന്നെ പുറന്തള്ളിയാലും പുറം തള്ളാതെ നിന്നെ ആത്മാവിൽ ബലം തന്നു പരിശുദ്ധാത്മാവ് നിന്നെ കാത്ത് പരിപാലിക്കണം. നീ മറന്നു പോകരുത്. അതുകൊണ്ട് എന്ത് ദുഃഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ദൈവത്തെ മറക്കരുത്. ആ യേശുവിനെ ആരാധിക്കുക. ശീലാസും പൗലോസും ചെയ്തതുപോലെ അവർ ആരാധിച്ചപ്പോൾ അവരിലിരുന്ന പ്രതിസന്ധികളെ മാറ്റി പുതിയ വഴിയെ തുറന്നു കൊടുത്തു ഇല്ലേ? 2025 ഫസ്റ്റ് തൊട്ട് ഈ ദിവസം വരെ ആൾക്കാർ നമ്മളെ കുറ്റവും കുറവും അതും ഇതും ഒക്കെ പറഞ്ഞ് കേസ്, പ്രശ്നം, ആക്സിഡൻറ്റ്, അത് ഇത് എല്ലാം വന്നു. 2026 കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെയെല്ലാം നിന്നെ കാത്ത് പരിപാലിച്ചത് നസ്രയനായ യേശുവാണ്. നീ മറക്കരുത്. ആ 2025 ഓട്ടിച്ചെടുത്ത് നോക്കി. എന്തെല്ലാം പ്രയർ, എന്തെല്ലാം പ്രശ്നങ്ങൾ, സഭയെ നോക്കിയുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, മക്കളെ വിഷയങ്ങൾ. ഒറ്റ മനുഷ്യൻ സഹായിക്കാനില്ല, ഒരു വ്യക്തി സഹായിക്കാനില്ലായിരുന്നു. പക്ഷെ നസ്രായനായ യേശു ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ബലം നൽകി ഇപ്പോഴും നമ്മൾ നിർത്തിക്കുന്നെങ്കിൽ നീ ഇങ്ങനെ പറയരുത്, എനിക്ക് ആരുമില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെയുണ്ട്, യേശു നിൻ്റെ കൂടെയുണ്ട്. നീ ആ ആത്മീയ കണ്ണ് മാത്രം ഒന്ന് തുറന്നാൽ മതി. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.